നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ മാക്സിമം പോയി ഒരു 5 മണിക്കൂർ കൊണ്ട് തന്നെ ചെടിക്ക് ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ മണ്ണിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ മണ്ണിലേക്ക് വേണ്ടത് സ്ലോ ആയിട്ട് വലിച്ചെടുക്കുന്ന വളങ്ങളാണ് മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലിപ്പോൾ 19% പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റും കൂടി കൂട്ടി അല്ലെങ്കിൽ SOP വളം കൂടി ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടാസ്യത്തിന്റെ അളവ് വളരെ കൂടുതലായിട്ടാണ് വരിക. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ NPK 19-19-19 എന്ന് പറഞ്ഞ രാസവളത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഈ വളത്തെ കുറിച്ചിട്ട് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. എന്നോട് തന്നെ ഒരുപാട് പേര് പല രീതിയിലായിട്ട് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ വളം പലരും തെറ്റായ ചിന്താഗതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ NPK 19-19-19 അത് വെച്ചാൽ ഒരേ റേഷ്യോയിൽ വരുന്ന NPK വളമാണത്. ഒരു രാസവളമാണ് ഈ NPK 19-19-19. ഇത് നമുക്ക് മാർക്കറ്റിൽ 2 രീതിയിൽ കിട്ടും. പലരും ചിന്തിച്ചിരിക്കുന്നത് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വെച്ചാൽ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന NPK 19-19 എന്ന് പറഞ്ഞിട്ടുള്ള വളം മാത്രമാണ് കിട്ടുന്നത്. അല്ല, ഇത് 2 രീതിയിൽ വരും. വെച്ചാൽ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി വെച്ചാൽ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന രൂപത്തിലുള്ള വളമായിട്ടും അതേപോലെ മണ്ണിൽ കൊടുക്കുന്ന കോംപ്ലക്സ് വളമായിട്ടും NPK 19-19-19 എന്ന് പറഞ്ഞിട്ടുള്ള വളം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ നൈട്രജൻ കണ്ടന്റ് 19%, അതേപോലെ ഫോസ്ഫറസ് കണ്ടന്റ് 19%, പൊട്ടാസ്യം 19%, ഇങ്ങനെ ഈക്വൽ ഷെയറിലാണ് ഇത് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ കൂടുതലായിട്ടും ചെടികളുടെ ആദ്യഘട്ട വളർച്ചയിലാണ് ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ച് പോവുക. ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മണ്ണിലിട്ട് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ മണ്ണിലൂടെ കൊടുക്കുക. വെച്ചാൽ മണ്ണിൽ അധികം ആൾക്കാർ രാസവളം ഇട്ട് കൊടുക്കൂല. ഇപ്പൊ ഞാനൊന്നും ഇട്ട് കൊടുക്കാറില്ല. മണ്ണിൽ നമുക്ക് ജൈവ രൂപത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇലകളിൽ ഇത് സ്പ്രേ ചെയ്ത് പോകുന്നത്. ഇപ്പൊ പൂക്കുന്ന സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റേഷ്യോയിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഞാൻ തന്നെ പല വീഡിയോയിലായിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും ഇത് തെറ്റായ ചിന്താഗതിയിൽ ഇത് ചിന്തിക്കുന്നുണ്ട്. വെച്ചാൽ പലരോടും എന്ത് വളമാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ NPK കൊടുത്തു. അപ്പൊ NPK ഏതാണ് കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴാണ് ഈ 19-19. അപ്പൊ ഇത് മാത്രമേ അവർ വളമായിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാത്ത അവർ ചിന്തിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും മറ്റു കൃഷിനെ കുറിച്ച് പറയുന്ന മറ്റു രീതിയിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പറയുന്നത് ചെടികളെ വളർച്ചയ്ക്ക് പ്രധാന മൂലകം NPK എന്നാണ്. അപ്പൊ അവര് ചിന്തിക്കുന്ന ഈ NPK എന്ന് പറഞ്ഞാൽ NPK 19-19-19 ആണ് എന്നുള്ള. അതല്ല, ഈ NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതിന്റെ ഷോർട്ട് നെയിം ആണ്. അപ്പൊ ഈ NPK നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അടിവളകളും NPK ആണ്. അതേപോലെ പല രീതിയിൽ നമുക്ക് NPK കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിൽ ഒരു രീതി മാത്രമാണ് ഈ NPK 19-19-19. അതിലും മറ്റൊരു രീതിയാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങളും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കുറച്ച് പേര് ചോദിക്കുന്നതാണ്, കാരണം ഈ NPK 19-19 അയച്ച ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങൾ നമുക്ക് മണ്ണിലും കൊടുത്തൂടെന്ന്. അത് NPKന്റെ മാത്രമല്ല, മറ്റു വളങ്ങൾ ഇപ്പൊ SOP വളം, അങ്ങനെ പല വളത്തിനെ കുറിച്ചിട്ടും പലരും ചോദിക്കുന്നതാണ്. നമുക്ക് മണ്ണിലും ഒഴിച്ചു കൊടുത്തൂടെ? മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രാസവളമാണ്. അപ്പോൾ മണ്ണിൽ നമ്മളിപ്പോൾ ജൈവവളങ്ങളൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെടും. അതിൽ സൂക്ഷ്മജീവികളൊക്കെ നഷ്ടപ്പെടും. പിന്നീട് നമ്മൾ ഇനി ജൈവവളം ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലകളിലും അതേപോലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കാരണം ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാകത്തിലാണ് ഈ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. വെച്ചാൽ നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ മാക്സിമം പോയി ഒരു 5 മണിക്കൂർ കൊണ്ട് തന്നെ ചെടിക്ക് ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ മണ്ണിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ മണ്ണിലേക്ക് വേണ്ടത് സ്ലോ ആയിട്ട് വലിച്ചെടുക്കുന്ന വളങ്ങളാണ് മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, NPKന്റെ മറ്റു മണ്ണിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ കോംപ്ലക്സ് വളങ്ങളുണ്ട്. അത് സ്ലോ ആയിട്ടാണ് ചെടികൾ വലിച്ചെടുക്കുക. മണ്ണിൽ ഏത് വളങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിലും അത് സ്ലോ ആയിട്ട് വലിച്ചെടുക്കുന്ന വളങ്ങളാണ് നമ്മൾ മണ്ണിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ NPK നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന ഈ വളം നമ്മൾ നേരെ കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തുള്ള സ്ഥിതി എന്താ വെച്ചാൽ അതിന്റെ ഗുണം നമുക്ക് കൂടുതലായിട്ട് കിട്ടൂല. കാരണം ഒരുപാട് അത് വേസ്റ്റ് ആയിട്ട് പോകും. കാരണം ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തത് മേലിൽ നിൽക്കുമ്പോൾ തന്നെ കുറെ ആവിയായിട്ട് പോകും. രണ്ടാമത്തെ ചെടീന്റെ വേര് ആ സമയത്ത് വളം വലിച്ചെടുത്താൽ മാത്രം കുറച്ച് കിട്ടും. പിന്നീട് നമ്മൾ ചെടി നനച്ചു കൊടുക്കുമ്പോൾ ഈ വളം വേസ്റ്റ് ആയിട്ട് ഒലിച്ചു പോവുകയാണ് ചെയ്യുക. പക്ഷെ ഇലകൾ നമ്മൾ സ്പ്രേ ഇപ്പൊ ഫൈൻ സ്പ്രേ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാന്നുണ്ട്. അത് ഇലകളിലെ മേലെ പറ്റി ഇപ്പൊ അതിരാവിലെ ഒരു 7 മണിക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാന്നുണ്ട്. സൂര്യപ്രകാശം ഉദിച്ചു വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇലകൾ ആ വളങ്ങൾ ഫുള്ളായിട്ട് വലിച്ചെടുക്കും. അപ്പൊ ചെടികൾക്ക് കിട്ടേണ്ട NPK കണ്ടന്റ് കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടും. മറ്റേ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോകും കേട്ടോ. ഇനി പലരും ചോദിക്കുന്നതാണ്, ഇപ്പം
നമ്മളെ ഈ വളങ്ങളുണ്ടല്ലോ, ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങൾ തന്നെ 2-3 വളങ്ങൾ ഒപ്പരം മിക്സ് ചെയ്ത് കൊടുത്തൂടെ എന്നുള്ളത്. പലരും പല രീതിയിൽ ചോദിക്കും. ചിലർ ചോദിക്കുന്നത് ജൈവവളം രാസവളം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തൂടെ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പൊ NPK നമ്മൾ കൊടുക്കാന്നുണ്ട്, അതിന്റെ കൂടെ പലരും ചോദിക്കും SOP മിക്സ് ചെയ്തൂടെ, അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് മിക്സ് ചെയ്തൂടെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിലിപ്പോ 19% പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റും കൂടി കൂട്ടി, അല്ലെങ്കിൽ SOP വളം കൂടി ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടാസ്യത്തിന്റെ അളവ് വളരെ കൂടുതലായിട്ടാണ് വരിക. അപ്പോൾ ചിലർ ചോദിക്കും, അല്ല അളവ് കുറച്ചിട്ട് 2 ഗ്രാം 1 ഗ്രാം വെച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുത്തു. പക്ഷെ അങ്ങനെ എങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അത് നമ്മൾ നല്ലതെന്ന് വിചാരിച്ചാൽ നമുക്ക് ദോഷമായിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, ഒരുപാട് ഭക്ഷണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ ഭക്ഷണം കൂടി ഒരേ സമയത്ത് നമ്മൾ കഴിക്കും, നമുക്ക് കഴിക്കാൻ പറ്റൂല. മാക്സിമം പോയി 1-2 കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ചെടികൾക്ക് ഒരേ ടൈമിൽ ഒരു വളം. ഇപ്പൊ ഇത് NPK 19-19 എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് വളമാണ്, അത് ഓൾറെഡി അങ്ങനെ വരുന്ന വളമാണ്. അപ്പൊ അത് ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതിന്റെ കൂടെ മറ്റു വളങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ ചെടിക്ക് ചിലപ്പോൾ എല്ലാം കൂടി വലിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് നമുക്ക് ദോഷമായിട്ട് വരാനും ചാൻസ് കൂടുതലാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇന്നൊന്ന് സ്പ്രേ ചെയ്തിട്ട് നാളെ മറ്റു മൂലത്തിന്റെ ഡെഫിഷ്യൻസി ചെടിയിലുണ്ട്, നാളെ ആ വളം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്തു. അപ്പോൾ പലരും എന്നോട് പറയുന്നതാണ്, മെസ്സേജിലൊക്കെ അല്ലെങ്കിൽ കമന്റിലൊക്കെ പറയുന്നതാണ്, നമുക്ക് ജോലി തിരക്ക് കാരണം അതിന് പറ്റുന്നില്ല, അപ്പൊ എല്ലാം കൂടി ഒപ്പരം സ്പ്രേ ചെയ്ത് കൊടുത്തൂടെ എന്നൊക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ചോദ്യങ്ങൾ അധികം ചോദിക്കാൻ തോന്നൂല. കാരണം അങ്ങനെ നമ്മൾ കൊടുക്കുന്നതായി ചെടിക്ക് ദോഷമാണ്. നമ്മൾ ഏത് വളങ്ങൾ, ഇപ്പൊ ജൈവ വളങ്ങളാണെന്നുണ്ടെങ്കിലും സിംഗിൾ ആയിട്ട് കൊടുത്താൽ മതി, അല്ലാതെ മിക്സ് ആയിട്ടൊന്നും നമ്മൾ കൊടുക്കണ്ട. ഇപ്പൊ നമ്മൾ കൊമിൽ രോഗത്തിനൊക്കെ നമ്മൾ പറയും ഫംഗിസൈഡ് കൊടുക്കുമ്പോൾ സാഫിന്റെ കൂടെ ഏതെങ്കിലും 2 ml ഇൻസെക്ടിസൈഡ് കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ സാഫിന്റെ കൂടെ നമ്മൾ മറ്റ് കീടനാശിനികൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, രാസ കീടനാശിനികൾ കേട്ടോ, ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അത് രണ്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറയുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ സാഫിന്റെ കൂടെ ജൈവ രൂപത്തിലുള്ള കീടനാശിനികളൊന്നും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണ്ട. ഇപ്പൊ മിനിഞ്ഞാന്നൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു, ഞാൻ സാഫും ബുവേറിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്ത്, അപ്പോൾ അതില് ഗുണം കിട്ടുമോ, അതിന് യാതൊരുവിധ മാറ്റം വരുന്നില്ല എന്നുള്ളത്. അത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ബുവേറിയ എന്ന് പറഞ്ഞ ഒരു മിത്ര കുമിളാണ്, ഒരു സൂക്ഷ്മ ജീവാണു അടങ്ങിയിട്ടുള്ള ഒരു കീടനാശിനിയാണ്. അപ്പൊ ഈ സാഫിന്റെ കൂടെ രാസ ആണ് സാഫ്, അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ജീവാണൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ സാഫിന്റെ ഗുണം കിട്ടും, അല്ലാതെ ബുവേറിയ കൊടുത്തതിന്റെ ഗുണം നമുക്ക് ഒരിക്കലും കിട്ടൂല. അപ്പൊ നമ്മൾ കൂട്ടി യോജിക്കാതിരിക്കുക, കാരണം ഒക്കെ സിംഗിൾ ആയിട്ട് തന്നെ കൊടുക്കുക. അതേപോലെ രാസവളങ്ങളോ ജൈവവളങ്ങളോ ഇപ്പൊ ഇലകൾ സ്പ്രേ ചെയ്യുന്ന വളങ്ങളാണെങ്കിൽ പോലും നമുക്ക് സമയമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കണ്ട. ഇനി അങ്ങനെ കോംപ്ലക്സ് ആയിട്ട് വരുന്ന വളങ്ങളുണ്ട്, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ NPK 19-19 പറഞ്ഞ പോലെ SOP വളങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിലൊക്കെ എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം, അതേപോലെ പൊട്ടാസ്യം നൈട്രേറ്റ്, അങ്ങനെ വരുന്ന വളങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ തന്നെ 2 കണ്ടന്റ് കിട്ടും. അല്ലാതെ നമ്മളൊരു വളങ്ങളും യോജിപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കണ്ട, സിംഗിൾ ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അടുത്ത സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഈ NPK ആണെങ്കിലും ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന ഏത് തരം വളങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിൽ നമ്മൾ കഞ്ഞിപ്പശ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഗമ്മോ സോപ്പ് ലായനിയോ അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തുകൂടെ, അപ്പൊ കൂടുതൽ ഗുണം കിട്ടൂല, അവിടെ ഇലകളിൽ പറ്റിപ്പിടിക്കില്ല എന്നൊക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ വളങ്ങൾ ഒരിക്കലും ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങൾ ഒരിക്കലും ഇലകളിൽ പറ്റിപ്പിടിക്കണമെന്നില്ല, അങ്ങനെ അതിന്റെ ആവശ്യമില്ല നമുക്ക്. കാരണം ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ചെടി അത് വലിച്ചെടുക്കും. ബാക്കിയുള്ളതൊക്കെ ഇത് ആവിയായിട്ട് പോകും, കാരണം നമ്മൾ കൊടുക്കുന്നൊക്കെ രാസവളങ്ങളാണല്ലോ. ഇപ്പൊ SOP ആണെങ്കിലും പൊട്ടാസ്യം നൈട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും NPK ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ രാസവളങ്ങളാണ് ഇലകളിൽ സ്പ്രേ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് 2-3 മണിക്കൂർ കൊണ്ട് ചെടികൾ വലിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ശേഷം അത് ആവിയായി പോകും. അപ്പൊ ഇത് പറ്റിപ്പിടിച്ചതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണവുമില്ല. കാരണം പറ്റിപ്പിടിച്ചാൽ അത് ദോഷമായിട്ടേ വരിക. കാരണം ഇലന്റെ മേലെ എന്തെങ്കിലും കണ്ടന്റ് പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇലകളിലെ കളർ മാറ്റം വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതേസമയം നമ്മൾ കീടനാശിനിയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശം എന്താണ്, അത് കുറച്ച കാലമെങ്കിലും ഇലകളിൽ ആ സ്മെല്ല് അവിടെ നിൽക്കണം. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗമ്മോ അല്ലെങ്കിൽ സോപ്പ് ലായനിയോ അതേപോലെ കഞ്ഞിപ്പശ, ഇനിയിപ്പോ ബുവേറിയും വെർട്ടിസീരിയും ഒക്കെ സ്പ്രേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശർക്കര ലായനി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് സ്പ്രേ ചെയ്യുക. കാരണം കൂടുതൽ കാര്യക്ഷമതയോട് കൂടിയിട്ടായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ രാസവളങ്ങൾ നമ്മളോ അല്ലെങ്കിൽ ജൈവ വളങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സോപ്പ് ലായനിയോ അതേപോലെ കഞ്ഞിപ്പശ
അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല കേട്ടോ. ഇനി പലരും ചോദിക്കുന്നതാണ് ഈ NPK 19-19 നമ്മൾ എത്ര കാലയളവിൽ നമ്മൾ കൊടുക്കാം? മറ്റു നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങളൊക്കെ നിങ്ങൾ 15 ദിവസം, മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ 15 ദിവസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ NPK നിങ്ങൾ അധിക വീഡിയോയിലും 15 ദിവസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് 15 ദിവസത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ ശരിയാണ്. ഞാൻ അധിക വീഡിയോയിൽ ഞാൻ പറയലുണ്ട് NPK വളം സ്പ്രേ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരു 15 ദിവസത്തിൽ നമ്മൾ ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ നമ്മൾ 15 ദിവസം ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ അളവിൽ കിട്ടേണ്ടതാണ്. പക്ഷെ ഒറ്റ ചെറിയ അളവിൽ മാത്രമേ ചെടിക്ക് അത് ആവശ്യമുള്ളൂ. പക്ഷെ നിർബന്ധമായിട്ട് കിട്ടണം. അങ്ങനത്തെ ഒരു സൂക്ഷ്മ മൂലങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളൊരു 15 ദിവസത്തെ ഗ്യാപ്പിൽ, കാരണം ഒരു സേഫ് പീരീഡ് ആയിട്ടാണ് അത് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പൊ NPK ആണെങ്കിലും ഇപ്പൊ NPK നമുക്ക് 3 ദിവസം ഇപ്പൊ ചെടി നട്ടിട്ട് ആ ചെടി ഒന്ന് ഗ്രോത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് 3 ദിവസത്തെ ഗ്യാപ്പിൽ 2 ഗ്രാം വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. അതേപോലെ 10 ദിവസം കൂടുമ്പോൾ നമുക്കൊരു 3 ഗ്രാം വെച്ചിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കൃഷിയിലെ തുടക്കക്കാരാണല്ലോ ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഓൾക്കൊക്കെ ഇത് കൺഫ്യൂഷൻ വരും. ഒരു അളവിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക, അത് പിന്നെ ചെടിക്ക് ദോഷമായിട്ട് മാറും. അതുകൊണ്ടാണ് ഒരു സേഫ് പീരീഡ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഒരു 15 ദിവസം, ഇപ്പം അധിക കൃഷിക്കാരും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. 15 ദിവസം, ചിലവർ പറയും മാസത്തിൽ 5 ഗ്രാം വെച്ചിട്ട്, അങ്ങനെയൊക്കെ പറയും. അതൊരു സേഫ് പീരീഡ് ആയിട്ടാണ് പറയുന്നത്. നമുക്കിപ്പോൾ ചെടി നട്ട ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഗ്രാം എടുത്തിട്ട് 4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടിക്ക് ആ വളം ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ അങ്ങനെ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ മൈക്രോ ന്യൂട്രിയൻ നമ്മൾ അങ്ങനെ ഒന്നും കൊടുക്കണ്ട. മൈക്രോ ന്യൂട്രിയൻ്റെ ഒരു 15-20 ദിവസം ഗ്യാപ്പിൽ മാത്രം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി പൂക്കാനും കായ്ക്കാനുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ NPKന്റെ റേഷ്യോ മാറും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 19-19 അല്ല നമ്മൾ കൊടുക്കുക. പിന്നെ മറ്റു റേഷ്യോയിലുള്ള വളങ്ങളാണ് കൊടുക്കുക. അതിൽ ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ വളങ്ങളും ഇനിയിപ്പോ 3-4 ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണോ എന്ന് പലരും ചോദിക്കും. നമുക്ക് അവിടെ ചെടിക്ക് ആ മൂലത്തിന്റെ ആവശ്യം അപ്പൊ അർജന്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 4 ദിവസം കൂടുമ്പോൾ ഇലകളിൽ ചെറിയ അളവ് കൂട്ടരുത്. അളവ് നമുക്ക് എത്രക്കും, ഈ രാസവളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അളവ് എത്രയും കുറച്ചിട്ട് നമ്മൾ കൊടുക്കുക. നമുക്ക് ദിവസം കുറച്ചിട്ട് നമുക്ക് കൊടുക്കാം. അത് ചിലപ്പോൾ 1 ഗ്രാം എടുത്തിട്ട് നമുക്ക് 1.5 വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേ സ്ഥാനത്ത് നമ്മൾ 5 ഗ്രാം എടുത്തിട്ട് നമുക്ക് 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാനും പറ്റില്ല. അത് ശരിക്കും ദോഷമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ 4 ദിവസം 3 ദിവസം ഗ്യാപ്പിലൊക്കെ നമുക്ക് എല്ലാ വളങ്ങളും കൊടുക്കാം. അമിതമായിട്ട് കൊടുക്കരുത്. അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല, അളവ് കൂടണ്ട. നമുക്ക് ദിവസം അടുപ്പിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലത്തെ നിങ്ങളെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വളങ്ങളെ കുറിച്ചിട്ടും അതേപോലെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ചിലരൊക്കെ ഇപ്പൊ വിനാഗിരി സുറുക്കൊക്കെ വാങ്ങിയിട്ട് ചെടിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പലരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് അതിലുള്ള കണ്ടന്റ്, അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കായ്ഫലം കിട്ടും. അപ്പൊ ഏതൊരു യൂട്യൂബിൽ കണ്ടെന്നാണ് പറഞ്ഞത്. കാരണം നല്ല രീതിയിൽ ഫ്രൂട്ട് കൊലകുത്തി കായ്ക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ വിനാഗിരിയിൽ ഏത് കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്, നമുക്ക് പൂക്കാനും കായ്ക്കാനും ഏത് കണ്ടന്റ് ആണ് വേണ്ടത്, അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് ചെടിയിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ എടുത്തോ ചാടി എന്ന് പറഞ്ഞിട്ടൊരു ഞാനടക്കമുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് നേരെ കൃഷിയിൽ പോയിട്ട് ഉപയോഗിക്കരുത്. അത് ചെടിക്ക് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ നിങ്ങളെ സംശയങ്ങൾ, കൃഷിയിലെ തുടക്കക്കാർക്കാണ് ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുക. അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരും. പ്ലാന്റ് നശിച്ചിട്ടാണെങ്കിലും വളങ്ങൾ അമിതമായിട്ട് വാങ്ങിയിട്ടാണെങ്കിലും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപേണ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് രൂപേണ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ വീഡിയോ ചെയ്യേണ്ട കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്